ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് കരിമീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിമീൻ കുറച്ച് പുളിവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചാൽ നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ കരിമീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങയും കുറച്ച് സവാളയും തക്കാളിയും കുടംപുളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. കരിമീനെല്ലാം നല്ല വെട്ടി അടിപൊളിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് ഉലുവയും ഇത്തിരി ഇഞ്ചി കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മുടെ പൊടിവകകളെല്ലാം ഇതിലേക്ക് ചേർത്ത് ആദ്യം അങ്ങ് മൂപ്പിക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി മുതലായവ നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ അത് മൂപ്പിച്ചെടുക്കണം. അപ്പോഴത്തേനും നല്ലൊരു മണം വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരപ്പ് കലക്കി എടുക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മീൻകറി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മാങ്ങയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും കുടംപുളിയും കൂടെ ചേർക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കറി നല്ലപോലെ തിളയ്ക്കാൻ വിടണം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച മീൻ കഷ്ണങ്ങളെല്ലാം പെരക്കിയിടുക. ക്യാമറ ഇതിൽ ഫോണ് കയ്യിൽ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ദാണ്ടെ മീനെല്ലാം ഇട്ടിട്ട് ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ച് വെച്ച് കഴിക്കുക. മീൻ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചുറ്റിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കരിമീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് പുരട്ടിയിട്ട് അത് വറുത്തെടുക്കുക. ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും മീൻ വറക്കുന്നതിൽ ചേർക്കത്തില്ല. കാര്യം ആ മീനിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് അങ്ങ് പോവും, വേറെ ഗരം മസാല അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും വറുത്തെടുത്തിട്ടുണ്ട്. പതിവില്ലാതെ ഇന്ന് ഒരു ചേച്ചി കൊണ്ടുവന്നതാണ് കരിമീൻ കേട്ടോ. ഇവിടെ അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ എപ്പോഴും കടൽ മീനുകളാണ് കൂടുതലും കിട്ടുക. അപ്പോൾ അത് കരിമീനും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമീൻ വറുത്തതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത മീൻ കറിയും കൂട്ടി ഊണ് ഇതെടുത്തിട്ടുണ്ട്. ഇത്തിരി ചമ്മന്തി ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ